നമസ്കാരം, വെൽക്കം ടു ഡീപ് നോവ എക്സ് ഇൻഫോർമേറ്റീവ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്നത് മിസ്റ്റർ കിരൺ ദാസ് ആണ്. വെൽക്കം കിരൺ ദാസ്. താങ്ക് യു. കിരൺ ദാസ് ഒരു എക്സ് സർവീസ് മാനാണ്. കൂടാതെ അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ന്യൂറോ സയൻസ് കോച്ചും കൂടിയാണ്. ന്യൂറോ സയൻസിലെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ന്യൂറോ സയൻസും ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കിരൺ, നമ്മൾ പൊതുവേ ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. അതുപോലെ ന്യൂറോ സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ പൊതുവെ സാധാരണക്കാർക്ക് ഇതെന്തോ കടിച്ചാൽ പൊട്ടാത്ത ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു എന്നാണ് കരുതുന്നത് വലിയൊരു വിഭാഗം ആൾക്കാർ. താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഈ ഒരു ജേണി ന്യൂറോ സയൻസിലൂടെ? വലിയൊരു, അതായത് ഒരു എക്സ് സർവീസ് മാൻ, ഐ തിങ്ക് യു ആർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് telecommunication field, right? No, I was in Army Postal Service. Postal Service, okay. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും ഈ ഒരു ന്യൂറോ സയൻസ് മേഖലയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ആ ഒരു കൊറോണ കാലഘട്ടമായിരുന്നു നമ്മളെ ആ ഒരു റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ ഉള്ള സമയം. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് ഓൺലൈൻ സെഷൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിലൂടെയാണ് ഈ ന്യൂറോ സയൻസിനെ കുറിച്ച് കേൾക്കുന്നതും ഇത് നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതൊക്കെ. പിന്നീട് ഇതിൽ ഇൻട്രസ്റ്റ് ആവുകയും പിന്നെ സർട്ടിഫിക്കേഷൻ എടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും റിസർച്ചും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണക്കാർക്ക് ഈ മേഖല പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എസ്പെഷ്യലി IT മേഖലയിലുള്ള ആൾക്കാർ. IT മേഖലയിലുള്ളവർക്ക്, ഐ മീൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കാരണം പേഴ്സണലി ഞാനും ഈ ഒരു മേഖലയിൽ ഗവേഷണം നടത്തുന്നതാണ്. അപ്പം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ നോഡുകൾ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതായത് ഹ്യൂമൻ ന്യൂറോൺസിനെ മിമിക് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അവർ പഠിച്ചാൽ ഒരുപക്ഷെ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാകില്ലേ ഈ ഒരു മേഖലയിൽ, അതായത് എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ പഠിക്കാനും ജോലി ചെയ്യുവാനും? തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് തന്നെ ആയിരിക്കാം ഈ AI ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ മിമിക് ചെയ്തിട്ട് അല്ലെങ്കിൽ സെയിം കോപ്പി ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ തലച്ചോറിൽ ഐ തിങ്ക് ഹൺഡ്രഡ്സ് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസ് തന്നെ ഇറ്റ് ഹാസ് 10,000s ഓഫ് ഇൻ്റർ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് സാധാരണ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് മുകളിൽ ഡെപ്ത്, വ്യാപ്തിയുള്ള ഒരു സംഭവമാണല്ലോ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾ, നാഡീകോശങ്ങളുടെ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ തലച്ചോറ് തന്നെ ശരിക്കും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ന്യൂറോൺസിൻ്റെ ഫയറിങ് ആൻഡ് വയറിങ്സൊക്കെ പഠിച്ചാൽ അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവില്ലേ? അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? എളുപ്പമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ബിഹൈൻഡ് സീൻ എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ഇന്നേ വരെ ഈ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും നമുക്ക് ഈ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ പൂർണ്ണമായി എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. അത് സെയിം തിങ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബിഹൈൻഡ് എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ന്യൂറോൺസ് എങ്ങനെയാണ് ഫയർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മളെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വലിയ ഹെൽപ്ഫുൾ ആവും ഇന്നത്തെ AIയിൽ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി എൻ്റെ ഗവേഷണത്തിലൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കാരണം ഈ ന്യൂറോൺസിൻ്റെ ഫങ്ഷന് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുതരം ട്രാൻസീവറുകളാണ്. കാരണം ന്യൂറോൺസ് തന്നെ ട്രാൻസ് ആൻഡ് റിസീവ്സ് ഉണ്ടല്ലോ, സിഗ്നലുകൾ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ ടെക്നോളജിയുടെ ഫീൽഡ് വരുമ്പോഴത്തേക്കിന് എസ്പെഷ്യലി സെൽഫോണൊക്കെ ഒരു ട്രാൻസീവറാണ്. സിഗ്നലുകൾ അയക്കുകയും സിഗ്നലുകൾ റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫണ്ടമെൻ്റൽ പഠിച്ചാൽ അത് ടെക്നോളജി IT മേഖലയിലുള്ളവർക്ക് അല്പം കൂടെ എളുപ്പമുള്ളതാകുവാനല്ലേ സാധ്യത? തീർച്ചയായിട്ടും.
അതുപോലെ നമ്മുടെ വേറൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളുടെ പ്രവർത്തനങ്ങൾ ശരിക്കും എന്താണ്? ശരിക്കും ഇത് ന്യൂറോൺസിൻ്റെ ഫയറിങ് ആൻഡ് വയറിങ്സിലാണോ അതോ മറ്റ് ഓർഗനുകൾക്ക് ഇതിന് സ്വാധീനമുണ്ടോ? എവിടെ നിന്നാണ് ശരിക്കും ഈ ചിന്തകൾ, തോട്ട്സ് വരുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഈ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ ബ്രെയിനിൻ്റെ ഏരിയ എന്നല്ല വരുന്നത്. ആക്ച്വലി നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അതായത് നമ്മൾ 5 ഇന്ദ്രിയങ്ങളിലൂടെ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ബ്രെയിനിൽ അത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള തോട്ട്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ സാറിപ്പം പറഞ്ഞ പോലെ തന്നെ ന്യൂറോൺസിൻ്റെ ഫയറിങ് ആൻഡ് വയറിങ് നടക്കുന്നുണ്ട്. അത് ബിഹൈൻഡ് സീനാണ്, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പകാലം മുതലേ, കുട്ടിക്കാലം മുതലേ കണ്ടും കേട്ടും വായിച്ചും ആണ് നമ്മുടെ സെൻസസിലൂടെ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. പിന്നീട് അത് പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യഘട്ടം വരുമ്പോൾ അത് റിട്രീവ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യം അതുപോലത്തെ സെയിം ലൈക്ക് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ആ ലോജിക്കലി അല്ലെങ്കിൽ ആ ഒരു അനലിറ്റിക്കൽ തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ തോട്ട്സ് എന്ന് പറയുന്നത് സാറിപ്പം ചോദിച്ച പോലെ ഒരു പർട്ടിക്കുലർ ഏരിയ ഇല്ല എന്നാണ് എൻ്റെ പഠനത്തിലൂടെ ഞാൻ മനസ്സിലായത്. ഈവൻ ഹാർട്ടിൽ പോലും 10,000 ഓഫ് ന്യൂറോൺസ് ഉണ്ടെന്നല്ലേ ഇപ്പോൾ പുതിയ പഠനങ്ങളെ അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. നമ്മൾ ബ്രെയിനിൽ മാത്രമല്ല ത്രൂ ഔട്ട് ബോഡിയിലും ന്യൂറോൺസ് ഉണ്ടെന്നാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെയും നമ്മുടെ തോട്ട് പ്രോസസ്സിനെയൊക്കെ ബോഡിയിലെ മറ്റ് പാർട്ടുകൾക്കും സ്വാധീനമുണ്ടാകും എന്നല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും. പൊതുവേ നമ്മളിൽ ഒരുപാട് ആൾക്കാർ ഇമോഷണലി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അതായത് അവർക്കെപ്പോഴും ദുഃഖം, ദേഷ്യം, അങ്ങനെയുള്ള വികാരങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും ന്യൂറോ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ കാരണം? ശരിക്കും ഇതൊരു ട്രേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആണെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ന്യൂറോ സയൻസിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഇവിടെ സംഭവിക്കുന്നത് വയറിങ് ആൻഡ് ഫയറിങ് ആണ് സംഭവിക്കുന്നത്. വയറിങ് ആൻഡ് ഫയറിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റൊരു ന്യൂറോണിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെങ്ങനെ? 2 മോഡിലൂടെയാണ് എത്തിക്കുന്നത്. ഒന്ന് കെമിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഒന്ന് ഇലക്ട്രിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വയറിങ് ആൻഡ് ഫയറിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇതൊരു ഹാബിറ്റ് ആവുന്നു. ഈ ഹാബിറ്റാണ് പിന്നെ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളീ പറഞ്ഞ പോലെ ഇമോഷണലി വീക്ക് ആവുന്നത് ആ ഇമോഷണലി വീക്കായി പ്രാക്ടീസ് ചെയ്തു എന്നാണ് നമുക്ക് വ്യക്തമാക്കാവുന്നത്. അല്ല, നമ്മുടെ ജനറ്റിക്സിന് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് വല്ലതുണ്ടോ? ബിക്കോസ് വളരെ കുറവ്. പക്ഷേ പൊതുവേ പറയാറുണ്ടല്ലോ അവർ ബ്രെയിൻ ഓൾറെഡി ഇമോഷണലി വയേർഡ് എന്ന് പറയാറുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്, അതായത് നിങ്ങൾ ഏത് എൻവയോൺമെൻറ്റിലാണോ ജീവിക്കുന്നത് ആ എൻവയോൺമെൻറ്റിലാണ് നിങ്ങളെ ഒരു പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 7th ഓഫ് ഏജ്, അതായത് 7 വയസ്സ് മുതൽ ഇങ്ങോട്ട് നമ്മൾ എന്താണോ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ ആക്ഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് വരുന്നത്. So that means our environment has significant role. Exactly. To build up our character. Exactly. And habits. Yes. So അപ്പോൾ നമുക്കൊരു പുതിയ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നല്ല ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്യണം, അതിനെന്താണ് ചെയ്യേണ്ടത്? ശരിക്കും ഒരു കോൺഷ്യസ് എഫേർട്ട് ഇടേണ്ടി വരും. അതുപോലെ തന്നെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി വേണ്ടി വരും. അതായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സെൻസസ് എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മളുള്ളതാണെങ്കിൽ അവരെ കണ്ട് കോപ്പി ചെയ്യും ബ്രെയിൻ. 1. 2, ഞാനീ പറഞ്ഞ പോലെ ഒരു കോൺഷ്യസ് എഫേർട്ട് എപ്പോഴും ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണം ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ഉള്ളത് നിൽക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഞാനിനി പുതിയൊരു പേഴ്സണിലേക്ക്, അതായത് പുതിയൊരു പേഴ്സണൽ റിയാലിറ്റിയിലേക്ക് മാറണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും കോൺഷ്യസ് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ഈ കോൺഷ്യസ് എഫേർട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെ പലപ്പോഴും തുടങ്ങി വെച്ച പല നല്ല ഹാബിറ്റ്, യഥാർത്ഥത്തിൽ 5 മണിക്ക് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ബുക്ക് റീഡിങ്, എക്സസൈസ് പോലെയുള്ള നല്ല ഹാബിറ്റുകൾ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ മുറിഞ്ഞു പോകുന്നത് കാണാമല്ലോ. അവർ ഓൾറെഡി കോൺഷ്യസ് എഫേർട്ട് എടുത്താണ്, എന്നാലും they could not continue their habit. അതിൻ്റെ കാരണം എന്താണ്?
ഇവിടെ ഞാൻ മുന്നേ ഒരു എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ റിവാർഡ് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന്. അപ്പോൾ ഈ റിവാർഡ് സിസ്റ്റം വർക്ക് നമുക്ക് അതിനൊരു പ്ലഷർ കിട്ടുന്നില്ല, ഒരു പ്ലഷർ കിട്ടുന്നില്ല. അതെ. അപ്പോൾ ഈ ഒരു പ്ലഷർ അല്ലെങ്കിൽ റിവാർഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മളവിടെ ബ്രേക്ക് ചെയ്യും. ഇതാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത്. പൊതുവെ പലരും നല്ല ഹാബിറ്റുകൾ, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, എക്സസൈസ് ചെയ്യുന്ന പോലുള്ള നല്ല ഹാബിറ്റുകൾ തുടങ്ങി വയ്ക്കും, താങ്കൾ പറഞ്ഞ പോലെ കോൺഷ്യസ് എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ. പക്ഷേ പോകുന്ന വഴി തന്നെ പലപ്പോഴും 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6-7 ദിവസം കഴിയുമ്പോൾ ഈ ഹാബിറ്റ് മുറിഞ്ഞു പോകുന്ന കാണാം. പിന്നെ അവർ മറന്നുപോകും. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ടും അവർക്ക് എന്തുകൊണ്ടത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല? ഒരു ഹാബിറ്റ് നല്ല ഹാബിറ്റ് അല്ലായിരുന്നോ? ഇവിടെയാണ് പ്ലഷർ അല്ലെങ്കിൽ റിവാർഡ് വർക്ക് ചെയ്യുന്നത്. ശരിക്ക് നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഇഷ്ടം ഒരു പ്ലഷർ ഗെയിൻ ചെയ്യുക, അതുപോലെ തന്നെ റിവാർഡ് റിസീവ് ചെയ്യുക എന്നുള്ളൊരു മെക്കാനിസമാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മേ ബി നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് ഫെമിലിയർ അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യും. 2, അവിടെ ഒരു പ്ലഷർ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നില്ല. അവിടെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും. മൂന്നാമത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു ബോറിങ് പ്രോസസ്സാണിത്. നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് അപ്പം തന്നെ കാണത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങും, ഇതിൻ്റെ അകത്തൊന്നും വലിയ റിസൾട്ട് ഇല്ല എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്തിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഓൾഡ് ഹാബിറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസും വരത്തില്ലേ? പലപ്പോഴും ഇവർ ഈ ഹാബിറ്റ് പ്ലേസ് ചെയ്യുന്നത് അവരുടെ പഴയ ഹാബിറ്റുകളുടെ ഇടയിലായിരിക്കുമല്ലോ. അപ്പം ഓൾഡ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും. യെസ്, ഹാബിറ്റ് സ്റ്റാക്കിങ് ജെയിംസ് ക്ലിയർ ഒക്കെ പറയുന്നത് അതൊരു മെത്തേഡാണ്. അതായത് നമുക്ക് പുതിയ ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. നമ്മൾ പഴയ ഹാബിറ്റിൻ്റെ ഇടയിൽ അത് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പുതിയ ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഹാബിറ്റ് മുറിഞ്ഞു പോകുന്നവരത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാത്തത് കൊണ്ടും വരാമല്ലോ. വരാം. അതൊരു ജെയിംസ് ക്ലിയറിൻ്റെ ബുക്ക് ഈയിടെയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഓഥർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹാബിറ്റ് സ്റ്റാക്കിംഗ് മെത്തേഡ് നമ്മുടെ ബ്രെയിനിനെ കബളിപ്പിക്കാൻ ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഹാബിറ്റുകൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിലുള്ള ഒന്ന് ഹാബിറ്റ് സ്റ്റാക്കിംഗ് പറഞ്ഞു, ഇനി വേറെന്തെങ്കിലും ഒന്ന്, പിന്നെ റിവാർഡ് പറഞ്ഞു. അതുകൂടാതെ എന്തെങ്കിലും മെത്തേഡുകളുണ്ടോ? തീർച്ചയായിട്ടും ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും ഇവിടെ. അതായത് നമുക്ക് കിട്ടാൻ പോകുന്ന എൻഡ് റിസൾട്ടിനെ എപ്പോഴും വിഷ്വലൈസും ചെയ്യേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ ബോഡിയാണോ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നല്ലൊരു ഗുഡ് റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ലോങ് ടേം ആയിരിക്കും, മേ ബി 2 ഇയർ 3 ഇയർ ഒക്കെ എടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഈ എൻഡ് റിസൾട്ട് എപ്പോഴും നമ്മുടെ ബ്രെയിനിന് കൊടുത്ത് വിഷ്വലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ഫെമിലിയർ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഒരു റിസൾട്ടിൽ ബ്രെയിൻ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോസസ്സ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും സമയം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഹാബിറ്റിനെ കുറിച്ചും ന്യൂറോ സയൻസിനെ കുറിച്ചും ഒക്കെ നൽകിയ കിരൺ ദാസിന് ഒരുപാട് താങ്ക്സ്. നന്ദി, നമസ്കാരം.